ഹായ് എല്ലാവർക്കും പോളിടെക്നിക് അലേർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെയൊക്കെയുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ എടുക്കാനുള്ള ആളുകളൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഇപ്പോൾ 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെ നമ്മുടെ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് നടക്കാൻ പോകുന്ന 15 മുതൽ 21 വരെ നടക്കാൻ പോകുന്ന ആ ഒരു കൗൺസിലിങ്ങിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ഈ 11 മുതൽ 14 വരെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. സീറ്റ് കിട്ടാത്ത ആളുകൾക്കൊക്കെ നല്ലൊരു അവസരമാണ്. അതുപോലെ തന്നെ സീറ്റ് കിട്ടിയിട്ട് ഇനി ഈ കോളേജ് വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഈ കോഴ്സ് വേണ്ട എന്നൊക്കെ ഒരു മൈൻഡുള്ള ആളുകൾക്ക് വേറെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കോളേജിൽ നിങ്ങൾക്ക് മാറാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിങ്ങുകളിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ പേര് കമൻറ്റിൽ ചോദിക്കുന്ന ഒരു കാര്യം, ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ, ഇനി അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ, ഇനി കയറാൻ പറ്റുമോ? അതായത് പോളിക്ക് ഇതുവരെ ഒന്നും കൊടുക്കാതെ നിൽക്കുന്ന, ഇപ്പോൾ പോളിയെക്കുറിച്ച് അറിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സാമിൻ്റെ അതിൽ റിസൾട്ടോ കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് അതിന് ശേഷം നിങ്ങൾ പോളിക്ക് കൊടുക്കാൻ വേണ്ടിയോ നിൽക്കുന്ന ആളുകൾ ഇതിലുണ്ടെന്നറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് പേര് ചോദിക്കുന്നു ഇനി ആദ്യമായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാറ്ററൽ എൻട്രിക്ക് അങ്ങനെ ഒരു അവസരം തന്നിട്ടുണ്ടായിരുന്നു. അതായത് +2 കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ ലാറ്ററൽ എൻട്രി വഴി, അതായത് +2 നമ്മൾ സയൻസോ അല്ലെങ്കിൽ IT ഒക്കെ പഠിച്ച ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്ലോമയുടെ സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശനം നേടാനുള്ള ഒരു അവസരം ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോഴും നമുക്ക് പുതുതായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നമുക്കതിനെ കയറാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയട്ടെ. അപ്പോൾ ലാറ്ററൽ എൻട്രിക്കാർക്ക് ഇനി ആരെങ്കിലും ലാറ്ററൽ എൻട്രി ട്രൈ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു അവസരമുണ്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള, ഒരുപാട് സീറ്റ് ഫില്ലായി പോയിട്ടുണ്ടെങ്കിൽ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള കോളേജിൽ നിൽക്കാനെ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് ഇപ്പോൾ മുന്നിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് റെഗുലർ അഡ്മിഷൻ്റെ കാര്യത്തിലാണ്. റെഗുലർ അങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ കയറാൻ പറ്റുമെന്നുള്ള സംശയമുള്ള ആളുകൾ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലാറ്ററൽ എൻട്രിക്ക് അങ്ങനെ ഒരു ലേറ്റ് രജിസ്ട്രേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അഡ്മിഷൻ്റെ ഈ ഒരു പ്രോസസ്സ്, ഈ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ മാത്രമേ ചാൻസ് ഉള്ളൂ. അതോ അധികം ചാൻസ് കുറവാണെങ്കിൽ പോലും ഇനിയിപ്പോൾ പുതിയതായിട്ട് ഒരു രജിസ്ട്രേഷൻ നടത്തി അങ്ങനെ സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ ഇതുവരെ കൊടുക്കാത്ത ആളുകൾക്ക് കയറാനുള്ള ഒരു അവസരം ചിലപ്പോൾ ഗവൺമെൻറ് തരുമോ, ആ ഒരു ഗവൺമെൻറ് ഭാഗത്തു നിന്ന് തരുമോ എന്നുള്ളത് ഉറപ്പില്ല. ലാറ്ററലുകാർക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇനി അത് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. അങ്ങനെ അപ്ലിക്കേഷൻ ഡേറ്റോ കാര്യങ്ങളോ വരുന്നുണ്ട്. കാരണം ഇനി വരികയാണെങ്കിൽ തന്നെ ഈ ഒരു 21-ാം തീയതി കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്. കാരണം പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ഉള്ള സ്പോട്ട് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരുപാട് സീറ്റൊക്കെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പുതിയൊരു അപ്ലിക്കേഷൻ നൽകി ഇതുവരെ കൊടുക്കാത്ത ആളുകൾക്ക് കൊടുത്ത് കയറാനില്ല. കാരണം ഒരുപാട് പേര് ചോദിക്കുമ്പോൾ ഞാൻ നോ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ അതിലൊരു അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നോ എന്ന് പറയുന്ന ആരും ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. മേ ബി ചിലപ്പോൾ വരാനൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ അതർ ഓപ്ഷൻസും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കാം. മറ്റെന്തെങ്കിലും പഠിക്കാൻ പ്ലാനോ കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ചിലവരൊക്കെ ഡിഗ്രിക്ക് പോകാൻ പ്ലാൻ ചെയ്ത ആളുകളുണ്ടായിരിക്കും, ഡിഗ്രി ഇതുവരെ കിട്ടാത്ത ആളുകളുണ്ടായിരിക്കും. അപ്പോൾ എന്താ 10ാം ക്ലാസ് പോളി വെച്ചിട്ട്, പോളി വെച്ചിട്ട് നമുക്ക് 10ാം ക്ലാസ് വെച്ചിട്ട് നമുക്ക് പോളിക്ക് പോകാലോ, അതുകൊണ്ട് ഇതിൻ്റെ +2ൻ്റെ മാർക്കൊന്നും പ്രശ്നമല്ലല്ലോ എന്നൊക്കെ മൈൻഡിലുള്ള ആളുണ്ടായിരിക്കും. അപ്പം നിങ്ങളങ്ങനെ പെട്ടെന്ന് ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുക. നിങ്ങൾക്ക് എന്താണോ താല്പര്യം, ഇപ്പോൾ ഡിഗ്രിക്ക് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ സീറ്റ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ പോളി ഒന്ന് എടുക്കുക എന്നുള്ളൊരു മൈൻഡ് വെക്കേണ്ട. അല്ലെങ്കിൽ പോളി കിട്ടിയില്ലെങ്കിൽ ഇനി പോയിട്ട് ITA എടുക്കുക എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾ വെക്കേണ്ട. കാരണം ഈ ഡിപ്ലോമ ആണെങ്കിലും ITA ഒക്കെ ആണെങ്കിലും നിങ്ങൾ ഡിഗ്രിക്ക് ബദലായിട്ട് എടുക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഡിഗ്രി ആണെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് പോയിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡിഗ്രിയാണ് മൈൻഡ് ഡിഗ്രി എടുക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ ഈ ഡിപ്ലോമ ITA ഒക്കെ പോയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിഗ്രി പ്രോഗ്രാം അല്ല. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ITA കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ നിങ്ങൾ ITAയുടെ ആ ഒരു ലാറ്ററൽ എൻട്രി ആ രീതിയിൽ നിങ്ങൾ കയറണം. അത് കഴിഞ്ഞിട്ട് BTech എടുക്കണം. ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾ BTech എടുക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇതൊരു ഡിഗ്രി ആയിട്ട് കിട്ടും. ഈ ഡിഗ്രി എന്നുള്ളൊരു ഇത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനോ കാര്യങ്ങൾക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേ കണക്ക് ഡിഗ്രി വരുന്ന മിനിമം ഡിഗ്രി ഇത് പറയുന്ന പോസ്റ്റുകൾക്കൊന്നും നിങ്ങൾക്ക് ഈ ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മീൻസ് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ജോലികൾക്ക് കയറാം. പക്ഷേ ഈ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട ജോലികൾ പറഞ്ഞ ഒരു കാറ്റഗറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൊന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൽ ജോലി കിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഡിഗ്രി പ്രോഗ്രാം അല്ല. അപ്പം നിങ്ങൾ ഡിഗ്രി വിചാരിച്ചിരുന്ന് ഇതും വന്നെടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതും വന്നെടുക്കുക എന്നുള്ളൊരു മൈൻഡ് വെക്കണം. നല്ലോണം ആലോചിച്ചിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ്റെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഈ ഒരു സാധ്യത, ഒരു അവസരം കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് വന്നു കഴിഞ്ഞ് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ചാനൽ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക്